ബിഗ് ബോസ് സീസൺ 6 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ മോർണിംഗ് സോങ് കഴിഞ്ഞു. എന്തായാലും ഇത്തവണ ബിഗ് ബോസ് സീസൺ 6-ലെ ബിഗ് ബോസിനും ക്രൂ മെമ്പേഴ്സിനും പിന്നെ മെഡിക്കൽ ടീമിനും നല്ലോണം പണി എടുപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് സിജോ റീ എൻട്രി ചെയ്തു. നല്ലപോലെ റീ എൻട്രി സ്പീച്ചൊക്കെ കൊടുത്തു. സിജോ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സൈഡിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചറിയാൻ ട്രൈ ചെയ്തെങ്കിലും ബിഗ് ബോസ് എന്നോട് ചോദിക്കും മോളെ, ഞാൻ പറഞ്ഞുതരാം, നീ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് ചോദിക്കുന്നത് പറഞ്ഞു എല്ലാവരും മുമ്പിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അങ്ങ് പൊളിച്ച് നല്ല വൃത്തിക്ക് ചമ്മി നാറി ജാസ്മിൻ തിരിച്ചു പോയി. എല്ലാവരും അങ്ങ് കൂകി വിട്ടു. എത്ര 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 ഇൻഫോർമേഷൻസ് ആ ജാസ്മിന് കിട്ടിയേക്കണേ പുറമെ നിന്ന്. ഓക്കെ, അതൊക്കെ വിട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ എന്താ കാണുന്നത്? ഒരു സോഫയിൽ 3 പേരിരിക്കുന്നു. 3 ത്രിമൂർത്തികൾ ഇരുന്ന് ഭയങ്കര ഡിസ്കഷനാണ്. എന്താ അവർ ഡിസ്കസ് ചെയ്യുന്നത്? അതല്ല, അവിടെ ഡിസ്കഷനിൽ നിങ്ങൾ നോട്ട് ചെയ്തു, ജാസ്മിൻ റസ്മിൻ ബായോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഗെയിം മെല്ലോട്ടാണ് ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ റസ്മിൻ ബായ് ഒരു ഡൗട്ടും ഇല്ലാതെ പറയുന്നുണ്ട് അത് താഴോട്ടാണ് ബിക്കോസ് ഓഫ് ഹിം. അതെങ്ങനെ റസ്മിൻ ബായ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലായി? റസ്മിൻ ബായ് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. റസ്മിൻ ബായ്ക്ക് ഒന്നുമേ ഈ പറഞ്ഞ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ, എത്രത്തോളം സത്യമുണ്ട്, അത് നമ്മളെ തളർത്താനാണോ എന്നൊക്കെയുള്ള ഹിൻറ്റുകൾ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100% ഷുവർ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാം? ഓക്കെ, ഒരു ഫ്രണ്ട് ആണെച്ചെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒന്ന് വിലയിരുത്താം. പക്ഷെ അതിനെ വിലയിരുത്താന്നേ പറയത്തുള്ളൂ, അത് കൺഫേം ആണെന്ന് നമ്മൾ പറയില്ല. ഇല്ലല്ലോ, നമ്മൾ കൺഫേം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കൺഫേം ചെയ്യുന്ന കാര്യത്തിന് അതിന് ആധികാരികത ഉണ്ടാവണം. അതായത് അതങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളത് കൺഫേം ആയി, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പില്ലേ? ഒന്നുമേ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്നലെ നല്ല പോലെ ഇരുന്ന് വാദിക്കുന്നുണ്ടായിരുന്നല്ലോ റസ്മിൻ ബായ്. ഓക്കെ, അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നോട് പ്രണയമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല എന്ന് മുഖത്ത് നോക്കി ഇതിലും മനോഹരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് സംസാരിച്ചപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രണയം വന്നിട്ടുണ്ടാവാം, നിനക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് എൻ്റെ മനസ്സിലത് പ്രണയമായിട്ട് ഞാൻ അതിനെ വളർത്തിയിട്ടില്ല എന്ന് ഗബ്രി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ജാസ്മിൻ എന്തുവാ പറയുന്നേ? ഇവർ ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ഈ എന്തുവാ എന്താ ഈ ലവിനെ വളരെ ചീപ്പായിട്ട് പോർട്രേ ചെയ്യുന്നത്? അതായത് ലവ് വളരെ മനോഹരമായിട്ടുള്ളതും ആ ലവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ അതിന് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിന് നമ്മൾ ആ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ അവർക്ക് സ്പേസ്, നമ്മൾ ഈ ഓരോ പാർട്ട്നേഴ്സിന് സ്പേസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൽ കമ്മിറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനെ വളരെ വളരെ ഫിസിക്കലി എന്നൊക്കെ പറഞ്ഞ് വളരെ മ്ലേച്ഛമായിട്ടാണ് ഇവർ പോർട്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞങ്ങ് എന്താ പറയാൻ വരുന്നത്? ഞാൻ ലവ് ചെയ്തിട്ടില്ല. ജനങ്ങളെ, നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഞാൻ ചെയ്തത് ലവായിരുന്നു. പക്ഷെ അവൻ എനിക്ക് ഒന്നും എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ട്രൈ ചെയ്യാണ്. സ്റ്റിൽ അവൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഇന്നസെൻ്റ് ആണ്. ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്. ഞാൻ വളരെ സിൻസിയറായിട്ട് അതാണോ ട്രൈ ചെയ്യുന്നത്? ഇത്രയും മെലോ ഡ്രാമ എന്തിനാണ് കളിക്കുന്നത്? നമുക്ക് കാണുന്നവർക്ക് എല്ലാം മനസ്സിലാവും ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത്. ആ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള മെലോ ഡ്രാമ വരുമ്പോൾ എന്താ പറയുക, ഓവർ ആക്ട് ചെയ്യുമ്പോൾ അത് ഓവർ ആക്ട് ആണെന്ന് നല്ല വൃത്തിക്ക് മനസ്സിലാവും. അതിനുള്ള കോമൺ സെൻസ് ഒക്കെ ഇന്നത്തെ ഓഡിയൻസിന് നല്ല പോലെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസിൽ ഗെയിം നല്ല പോലെ കളിക്കുന്നില്ലേ? ഈ ബിഗ് ബോസ് ഗെയിം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പലരും പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ നല്ല പോലെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പൊട്ടയാണെങ്കിലും ഞാൻ ബിഗ് ബോസിൽ നല്ല പോലെ ഗെയിം കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ ജീവിക്കുന്നു അതാണ് ബിഗ് ബോസ് ഗെയിം. അല്ലാതെ നിങ്ങൾ എങ്ങനെ ഫിസിക്കൽ ഗെയിം കളിക്കുന്നു അതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാവുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആൾക്കാരെ വിളിക്കാം എന്നുള്ളത് കാണിക്കുന്നതല്ല ഗെയിം, ബിഗ് ബോസ് ഗെയിമും. ഇതെല്ലാം ചേർന്നതാണ് ബിഗ് ബോസ് ഗെയിം. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനും നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്
എങ്ങനെയാണ് പുറത്തു വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരെയും ഫേസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്, ഓരോ പ്രോബ്ലം വരുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഒരു 100 ഡേയ്സിൻ്റെ ഒരു ലൈഫാണ് ബിഗ് ബോസ് ഗെയിം. അല്ലാതെ കുറേ ഫിസിക്കൽ ഗെയിമും കുറേ വാക്കുകളും മാത്രമല്ല ബിഗ് ബോസ് ഗെയിം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ അവിടെ കുറേ ഡയലോഗുകൾ, അങ്ങനെ ലവല്ല അതല്ല മാങ്ങയല്ല എന്നൊക്കെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇത് 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 ജനങ്ങളിലേക്ക് നമ്മളിലേക്ക് പറഞ്ഞു തരാണ്. ഞാൻ വളരെ അതായത് ഇപ്പോൾ ഒരു സൈഡിൽ വെളുപ്പിക്കാൻ നോക്കുവാണ്. അതായത് ഞാൻ വളരെ സിൻസിയർ ആയിരുന്നു. അതായത് ഞാൻ ഉണ്ടില്ലെങ്കിലും എനിക്ക് അവൻ ഉണ്ടില്ലെങ്കിൽ വിഷമം വരും, ഞാൻ ഉറങ്ങിയില്ലെങ്കിലും അവൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. അത്രയും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കൊച്ചു ഹൃദയത്തിൽ, എൻ്റെ ദൈവമേ എന്തൊരു നാടകമാണിത്. കണ്ട് 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 നമുക്ക് തന്നെ വെറുപ്പായി തുടങ്ങിയത് കാണാൻ, നമുക്കത് മടിയായി തുടങ്ങി. ബിഗ് ബോസ് ദയവ് ചെയ്തിട്ട് ഇവരുടെ ഈ ഡ്രാമ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കും. ബിഗ് ബോസ് കാണാൻ തന്നെയുള്ള ഇൻട്രസ്റ്റ് പോയി. അത് കഴിഞ്ഞ് ഗബ്രിയുടെ ഒരു വക നാടകം. തല കുമ്പിട്ടിട്ടേ മെഡിക്കൽ റൂമിലേക്ക് പോകത്തുള്ളൂ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതായത് മെഡിക്കൽ റൂമിൽ പോയി തിരിച്ചു വന്നു, ആൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത്രയും നല്ലൊരു മെഡിക്കൽ ടീമാണ് ബിഗ് ബോസിൻ്റെ എന്നുള്ളത് ഈ അടുത്തിടെയായിട്ട് എല്ലാ എപ്പിസോഡ്സിൽ നമുക്ക് എല്ലാവർക്കും പലവട്ടമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. അതായത് തകർന്ന് തരിപ്പണമായിരുന്ന ഒരു ദിവസം, തകർന്ന് തരിപ്പണമായി ഭക്ഷണവും കഴിക്കാതെ തലകറങ്ങുന്നു, എന്താ പറയുന്നത്, വൊമിറ്റ് ചെയ്യാൻ വരുന്നു, പല 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 സിറ്റുവേഷനിലൂടെ കടന്നുപോയി എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേ ഇരുന്ന ഒരു ദിവസത്തിന് അതായത് മെഡിക്കൽ ടീമിനെ കണ്ടു. വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ്, നോട്ട് ഇൻ ദ നൈറ്റ്, വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് വളരെ ആക്റ്റീവായി, വളരെ ഹാപ്പിയായി. ഫാന്റാസ്റ്റിക് മെഡിക്കൽ ടീമാണ് ബിഗ് ബോസിൻ്റെ. ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദം. അത് കഴിഞ്ഞ് നല്ല വൃത്തിക്ക് ജനങ്ങളെല്ലാം പറ്റിക്കാൻ ട്രൈ ചെയ്തിട്ട്, പക്ഷേ ഇവരാരും മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ, ഇത് കാണുന്ന ജനങ്ങൾ നല്ല കോമൺ സെൻസ് ഉള്ളവരാണ്. കുറച്ചൊക്കെ ഫേക്ക് ആകാം, പക്ഷെ ഒരുപാട് ഡ്രാമ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അരോചകമാകും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവരുടെ ഡ്രാമയിൽ മുങ്ങിപ്പോയി. ബിഗ് ബോസിനോട് വീണ്ടും അപേക്ഷിക്കുന്നു, ഇങ്ങനത്തെ വൃത്തികെട്ട ഡ്രാമകൾ ദയവിത് സ്റ്റോപ്പ് ചെയ്യൂ. ലവ് ഈസ് വെരി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അത് വളരെ മനോഹരമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിന് നമുക്കറിയാം പ്രീവിയസ് ബിഗ് ബോസ് സീസണിൽ. പക്ഷെ അതിന് നിലവാരം താഴ്ത്തി കൊടുക്കരുത്. അതൊരു റോങ് മെസ്സേജസ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അതായത് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു റോങ് മെസ്സേജ് കൊടുക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബിഗ് ബോസ് റിവ്യൂ സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ, സൈനിങ് ഓഫ് ഫ്രം സിസി ടോക്കീസ്. ബൈ.